വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒമാനിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഒമാനിൽ ജ്വല്ലറിയിൽ വൻ കവർച്ച. മസ്കറ്റിലെ ഗുബ്ര മേഖലയിലെ ജ്വല്ലറിയിൽ നിന്നാണ് ആഭരണങ്ങളും പണവും മോഷ്ടിച്ചത്. കേസിൽ ടൂറിസ്റ്റ് വിസയിലെത്തിയ യൂറോപ്യൻ സ്വദേശികൾ വിനോദസഞ്ചാരികൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. വിവരങ്ങളുമായി ജമാൽ ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ജമാൽ, ഏകദേശം 10 ലക്ഷത്തോളം ഒമാനി റിയാലിന്റെ വലിയ കവർച്ചയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് നടന്നത്? ഒമാൻ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? മനോ, വലിയ കവർച്ചയാണ് ഒമാനിലെ മസ്കത്തിനടുത്ത ഗുബ്ര മേഖലയിൽ ഉണ്ടായത്. ഇവിടെ നിരവധി ജ്വല്ലറികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഗുബ്ര മേഖല എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജ്വല്ലറി കവർന്ന് ഏതാണ്ട് 10 ലക്ഷം റിയാലിന്റെ ആഭരണങ്ങളാണ് ഇവർ ഈ 2 യൂറോപ്യൻ പൗരന്മാർ കവർന്നെടുത്തത്. വളരെ ആസൂത്രിതമായ ഒരു കവർച്ചയാണ് ഇവർ നടത്തിയത്. ദിവസങ്ങളായി ഇവർ ഈ ജ്വല്ലറിയും ഈ പരിസരവും നിരീക്ഷിച്ചാണ് ഈ കവർച്ച നടത്തിയത്. ഇവിടെ ഒരു ഹോട്ടലിൽ ഇവർ വാടകയ്ക്ക് മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ പ്രദേശം നിരീക്ഷിക്കുകയും കുറച്ച് മെക്കാനിക്കൽ ഉപകരണങ്ങളുമായി എത്തി ഈ ജ്വല്ലറിയുടെ പിൻഭാഗം തുരക്കുകയും ചെയ്ത് പിന്നീട് ഇവർ ഇവിടെ നിന്ന് ഇത്രയും 10 ലക്ഷം റിയാലിന്റെ സ്വർണം കവരുകയും ചെയ്ത് പിന്നീട് ഇവർ ഈ ആഭരണവുമായി ഈ സിഫ മേഖലയിലേക്കാണ് കടന്നത്. ഇവിടെ ഒരു ബോട്ടിൽ വടക്കിടുന്ന ബോട്ടിൽ ഈ ആഭരണം കടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒമാൻ റോയൽ പോലീസ് ഇവരെ വളരെ സാഹസികമായി കൃത്യമായി ആസൂത്രണം ചെയ്ത് പിടികൂടിയത്. വളരെ ആസൂത്രിതമായ ഒരു കവർച്ചയായിരുന്നു ഇതെന്നാണ് ഒമാൻ റോയൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത് യൂറോപ്യൻ പൗരന്മാരാണ് ഈ സംഘത്തിന് പുറകിലുള്ളത്. മറ്റു ഇന്ത്യക്കാരോ മലയാളികളോ തന്നെ ഈ സംഘത്തിന്റെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇല്ല. പക്ഷെ വളരെ ആസൂത്രിതമായ ഒരു കവർച്ചയാണ് ഈ യൂറോപ്യൻ പൗരന്മാർ നടത്തിയത്. പക്ഷെ അത് വളരെ പോലീസ്, ഒമാൻ റോയൽ പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിയത്? ഇവരാണ്, അതായത് ടൂറിസ്റ്റ് വിസയിലെത്തിയ വിനോദസഞ്ചാരികളാണ് കൃത്യം നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് പോലീസ് എത്തിയ വഴി എങ്ങനെയാണ് ജമാൽ? വളരെ കൃത്യമായ പഴുതടച്ചുള്ള അന്വേഷണമാണ് ഒമാൻ റോയൽ പോലീസ് ഈ സംഭവത്തിന് പിറകെ നടത്തിയത്. ഇവർ ഈ മുറിയിൽ ഇവിടെ ഈ ഹോട്ടലിൽ ദിവസങ്ങളായി താമസിച്ച് ആണ് ഈ കൃത്യം നടത്തിയതെന്ന് ഒമാൻ റോയൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് കൃത്യമായി തന്നെ ഇവർ എത്തിയ വഴികൾ എങ്ങനെയാണ് ഒമാനിലേക്ക് എത്തിയത്, പിന്നീട് ഈ കവർച്ചയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ തന്നെയും ഒമാൻ റോയൽ പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി. ഈ കവർച്ചയ്ക്ക് ശേഷം ഈ 2 യൂറോപ്യൻ പൗരന്മാരും ഇവിടെ നിന്ന് ഗുബ്ര മേഖലയിൽ നിന്ന് സിഫയിലേക്ക് പോവുകയും ഒരു ബോട്ടെടുത്ത് ഈ സ്വർണം കടത്താൻ പുറം രാജ്യത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിനിടെയാണ് വളരെ കൃത്യമായി തന്നെ വളരെ സാഹസികമായി ഈ 2 പേരെയും ഒമാൻ റോയൽ പോലീസ് പിടികൂടിയത്. വളരെ പഴുതടച്ചുള്ള അന്വേഷണത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രതികളെ കണ്ടെത്താനും അവരെ പിടിക്കാനും ഒമാൻ റോയൽ പോലീസിനെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ജമാൽ. ജമാലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. വലിയൊരു കവർച്ച ഉണ്ടായിരിക്കുന്നു ഒമാനിൽ. ഏതായാലും ആ കവർച്ച നടത്തിയ പ്രതികളെ വിനോദസഞ്ചാരികളാണ് യൂറോപ്പിൽ നിന്നെത്തിയ അവരെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 ലക്ഷം റിയാലിന്റെ കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ജമാൽ നമുക്ക് നൽകിയത്.